ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് കുറച്ച് റെഡ് കളർ റോസസിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. ഇത് വന്നിട്ട് റെഡ് ക്ലൈമ്പിംഗ് റോസാണ് കേട്ടോ. ഇച്ചിരി വലിയ പൂക്കളാണ് റെഡ് ക്ലൈമ്പിംഗ് റോസിൻ്റെ. അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പോൾ റെഡിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ചിലതിൻ്റെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ചിലർക്കാണെന്നുണ്ടെങ്കിൽ റെഡ് റോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വലിയ പൂക്കൾ മാത്രമേ അറിയുള്ളൂ. പിന്നെ കുറച്ച് റെഡ് ബട്ടർ ടൈപ്പും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ റെഡിൽ എൻ്റെ കയ്യിലുള്ളതും പിന്നെ എനിക്ക് അറിയാവുന്നതുമായിട്ടുള്ള കുറച്ച് വെറൈറ്റീസാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർഡനിലേക്കൊക്കെ വെക്കാൻ പറ്റുന്ന ഒരുപാട് ടൈപ്പ് പ്ലാന്റ്സ് ആണ് കേട്ടോ. റെഡ് കളർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിൽ നിന്ന് ഒരുപാട് എന്താ പറയുക പ്ലാന്റ്സിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് വന്നിട്ട് ഇടുക്കിയിൽ കാണുന്നൊരു സ്പെഷ്യൽ റോസാണ്. ഇടുക്കി റോസാണ്. നിറയെ മുള്ളുകളൊക്കെ ഉള്ളൊരു ടൈപ്പ് റോസാണ് കേട്ടോ. ഇത് ബഞ്ചസ് ആയിട്ടായിരിക്കും പൂക്കുന്നത്. ഇതിന് 5 സുന്ദരി റോസ് എന്നും പറയപ്പെടുന്നുണ്ട്. ഒരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു റോസ്. നമ്മുടെ ഇടുക്കി ക്ലൈമറ്റിലാണ് കൂടുതലായിട്ടും പിടിച്ച് കിട്ടുന്നത്. ഇതിപ്പോൾ ഇടുക്കി അല്ലാതെ ഏതെങ്കിലുമൊക്കെ ലൊക്കേഷനിൽ ഫ്ലവറിങ് ആയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ഫ്ലവറിങ് ഉണ്ടാവും, പക്ഷെ അത്ര എന്താ വലിപ്പവും കാര്യങ്ങളൊക്കെ ഇതേ ഭംഗി വരില്ല എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഇത് രണ്ടാമതായിട്ട് നമ്മുടെ ഇടുക്കി റോസാണ്. പിന്നെ അത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് മാർഗോ കോസ്റ്ററാണ് കേട്ടോ. മിനിയേച്ചർ മാർഗോ കോസ്റ്ററാണ്. ഇതും ഫുള്ളായിട്ട് അങ്ങ് വിരിയില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ മുള്ളുകളാണ് കേട്ടോ. കുഞ്ഞു മുള്ളുകളാണ്. നമ്മുടെ ആ ഒരു മൊട്ട് വരുന്ന പോർഷനിൽ നോക്കിയാൽ പോലും മുള്ളുകളായിരിക്കും കേട്ടോ. അത്രമാത്രം മുള്ളുകൾ കൊണ്ട് നിറഞ്ഞൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഓൺ റൂട്ടഡും നമുക്ക് നാടൻ ബഡ്ഡിങ്ങും എല്ലാം തൈകൾ നമുക്ക് കിട്ടും. പിന്നെന്താ തീരവും ചെറിയ റെഡ് കളർ പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇത് അടുത്തതായിട്ട് വന്നേക്കുന്നത് റെഡ് പിനാക്കിയോ റോസാണ്. റെഡ് പിനാക്കിയോ റോസ് പൂക്കളുടെ രാജകുമാരി എന്നൊക്കെ പറയാം. നമുക്ക് റോസിൻ്റെ രാജകുമാരി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അത്രയും പൂക്കളായിരിക്കും. നമ്മുടെ സാധാരണ നമ്മൾ കൊടുക്കുന്ന കെയറുകൾ പോലും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും ഇതിൽ നിറയെ പൂക്കൾ കൊണ്ട് മനോഹരമാക്കാൻ കഴിയുന്നൊരു ടൈപ്പാണ്. ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാൽ അത്ര മനോഹരമായിട്ടും ഫ്ലവറിങ് ആവും. നിറയെ പെറ്റൽ കൗണ്ടുകളൊന്നും ഇല്ല. സെൻറ്റർ പോർഷനൊക്കെ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ പോലും അടിപൊളിയായിട്ട് പൂക്കുന്നൊരു ടൈപ്പാണ് കേട്ടോ. പിന്നെ അതേ ഈ ഒരു ടൈപ്പാണ് നമ്മുടെ റെഡ് ബട്ടൺ റോസാണ്. ഇതും ഒരു അടിപൊളി വെറൈറ്റിയാണ്. ഇതിട്ട് കൂടുതൽ നമുക്ക് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കിട്ടാറുള്ളത്. ഇപ്പോൾ ഓൺ റൂട്ടഡ് ആണെങ്കിലും നാടൻ ബഡ്ഡിങ് ആണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിറഞ്ഞു പൂക്കുന്നൊരു ടൈപ്പ് തന്നെയാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. അടിപൊളി റോസാണ്. കാണാനും ഭയങ്കര ഭംഗിയാണ്. ചില സമയത്ത് ഇതും മുട്ടുപോലെ തന്നെ നിൽക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. നമ്മൾ കോമ്പോസിലൊക്കെ കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നൊരു ടൈപ്പ് റോസാണിത്, റെഡ് ബട്ടൺ റോസ്. ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് കൂടെ കയറിയിട്ടാണ് വരുന്നത് കേട്ടോ. തണ്ടിനും മൊട്ടിനും ഒക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് കൂടെ ഉണ്ടാവും. റെഡും ബ്രൗണും ഒക്കെ ഒരു മിക്സഡ് ആയിട്ട്. പിന്നെ ഡാർക്ക് ഒരു ഗ്രീൻ കളറാണ്. ഇതിൻ്റെ തണ്ടൊക്കെ വന്നിട്ട് കളർ ചേഞ്ച്. ഇത് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന റെഡ് പിനാക്കിയോ റോസാണ് കേട്ടോ. റെഡ് പിനാക്കിയോ. പിന്നെ അടുത്തതായിട്ട് ഒത്തിരി പേര് അന്വേഷിച്ചുകൊണ്ട് കിടക്കുന്നൊരു റോസാണ് നമ്മുടെ ഓർക്കിഡ് റോസിൻ്റെ റെഡ് ഓർക്കിഡ് റോസ് എന്ന് പറയുന്നൊരു ടൈപ്പാണ്. അതിൻ്റെ പേര് റെഡ് ഓർക്കിഡ് റോസ് എന്നല്ല, റെഡ് ഫെയറി റോസ് എന്നാണ് ഇതിൻ്റെ നെയിം വരുന്നത്. അപ്പോൾ ഓർക്കിഡ് റോസ് എന്ന് പലരും വിചാരിക്കുന്നുണ്ട്. ഫെയറി റോസാണിത്. അപ്പോൾ ബഞ്ചായിട്ട് ഇങ്ങനെ കൊലകുത്തി പൂക്കുന്നൊരു ടൈപ്പ് റോസാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഇത് ഫ്ലവറിങ് ആവുന്നത് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഒരുപാട് വലിയ പൂക്കളൊന്നുമല്ല, ചെറിയ പൂക്കളാണ്. വല്ലാത്തൊരു റെഡ് കളറാണ് കേട്ടോ ഇതിൻ്റെത്. ഒരു മിനിയേച്ചർ ടൈപ്പാണ് ഈ ഒരു റോസ് വരുന്നത്. അടിപൊളി റോസാണ്. ഇപ്പോൾ ഫ്ലവറിങ് ഒക്കെ ഞാൻ കട്ട് ചെയ്തൊക്കെ നിർത്തിയേക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ. കുറച്ചുകൂടെ ഒന്ന് ബുഷിയായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഒത്തിരി പേരുടെ വിഷ് ലിസ്റ്റിലുള്ളൊരു റോസാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്ന് ചോദിക്കാറുണ്ട് ഈ ഒരു റോസ് സെയിലിനായിട്ടുണ്ടോ, എനിക്ക് തരണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ തൈകളാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളും. തൈകളാവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒത്തിരി തൈകളൊക്കെ വരാൻ ചാൻസ് കുറവാണ്. എന്നിരുന്നാൽ പോലും അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഞാൻ സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാനായിട്ട് അത് ഹെൽപ്ഫുള്ളാവും. പിന്നെ ഓൾ എന്നൊരു ഓപ്ഷൻ, ബെല്ലൈക്കൻ്റെ അടുത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്താലേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് വരത്തുള്ളൂ കേട്ടോ. പിന്നെ ഇത് കാശ്മീരി റോസാണ്. കാശ്മീരി റോസ് എല്ലാവർക്കും അറിയാം. അധികം കെയറൊന്നും വേണ്ട, കുറച്ച് വെള്ളം തന്നാലേ ഞാൻ നിറയെ പൂക്കും എന്ന് പറയുന്നൊരു റോസാണ്. ഇപ്പോൾ ഗാർഡനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരുടെ കയ്യിൽ ഫസ്റ്റ് വന്ന് പെടുന്നൊരു ഐറ്റമാണ് നമ്മുടെ സമ്മർ സ്നോയും കാശ്മീരി റോസ്, പിങ്ക് ബട്ടൺ റോസ്. അപ്പോൾ അത്രമാത്രം പൂക്കും എന്ന ഒരുപാട് കെയറുകൾ വേണ്ട. പെട്ടെന്നൊന്നും അങ്ങനെ അസുഖങ്ങളൊന്നും വരില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ കമ്പ് കുത്തി തൈകളാക്കിയെടുക്കാനും പറ്റും.
പിന്നെയുള്ളത് നമ്മുടെ റെഡ് മാർഗോ കോസ്റ്റാണ്. ഇതൊരു അടിപൊളി വെറൈറ്റിയാണ്. റെഡ് താമര റോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതങ്ങനെ ഒരുപാട് വിരിഞ്ഞ് വരില്ല, ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഫ്ലവറിങ് ഉണ്ടാവുക കേട്ടോ. റെഡ് താമര റോസ് എന്നൊക്കെ പറഞ്ഞ് സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. മാർഗോ കോസ്റ്റ റെഡാണ് കേട്ടോ. ഇത് ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ്. ബഞ്ചായിട്ട് പൂക്കും, പക്ഷേ പൂക്കൾ വിരിഞ്ഞ് വരില്ല, ഒരു ഹാഫായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ. ഇങ്ങനെ കൂമ്പി നിൽക്കുന്ന ടൈപ്പാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു വെറൈറ്റി. അടിപൊളി വെറൈറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിലേതെങ്കിലുമൊക്കെ റോസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടേക്കുക. നിങ്ങളൊരു റെഡ് റോസിൻ്റെ ലവർ ആണെന്നുണ്ടെങ്കിൽ അതും ഒന്ന് മെൻഷൻ ചെയ്യുക. കാരണം കളർ കോഡ് ബേസിലൊക്കെ റോസിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ യെല്ലോ ഞാനൊരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം യെല്ലോ റോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ റെഡ് റോസ്, മജന്ത ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. നിങ്ങളുടെ ഏതാണോ ഫേവറേറ്റ് കളറാണെന്ന് പറയാം കേട്ടോ. ഇത് നമ്മുടെ ഫ്ലോറിബെൻഡ റിച്ച് റെഡ് റോസാണ്. അടിപൊളി വെറൈറ്റിയാണ്. നമ്മുടെ ഇംഗ്ലീഷ് റോസിൻ്റെയൊക്കെ ഒരു ടൈപ്പ് പോലെ അകത്തൊരു പേപ്പർ ചുരുട്ടി വെച്ചതുപോലെയൊക്കെ ഇരിക്കും. ബഞ്ചായിട്ട് പൂക്കും, വലിപ്പമുള്ള പൂക്കളാണ്. നമ്മുടെ ഗാർഡനിലൊക്കെ വെച്ച് കഴിഞ്ഞാലും നമുക്കൊരു ബ്രാഞ്ചിൽ തന്നെ ഏകദേശം 3-4 പൂക്കളോളം ഇതിലുണ്ടാവാറുണ്ട്. ഇതിൻ്റെ നമുക്ക് നാടൻ ബഡ്ഡിംഗ് തൈകളായിരിക്കും കിട്ടുന്നത്. അടിപൊളി വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ വെറൈറ്റി തന്നെയാണ്. ഗാർഡനിലൊക്കെ താല്പര്യമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. കാരണം അത്രയും അടിപൊളി വെറൈറ്റിയാണ്. ഇങ്ങനെയായിരിക്കും ഫ്ലവറിങ് ഉണ്ടാവുന്നത് കേട്ടോ. നിറയെ പൂക്കളുണ്ടാകും. ആ പൂക്കൾക്ക് എൻ്റെ പ്രത്യേക ഭംഗിയാണ്. ഒരു 3-4 ദിവസത്തിൽ കൂടുതൽ ഫ്ലവർ കൊഴിയാണ്ട് നിൽക്കും. അതുപോലെ തന്നെ വിരിയുന്ന സമയത്തും ഒരു പ്രത്യേകതയാണ് കേട്ടോ ഒരു ഫ്ലവർ കാണാനായിട്ട്. അടിപൊളി. ഇപ്പം നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള പ്ലാനിൻ്റെ സൈസ് കൂടെയാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. കാരണം ഇതിലൊക്കെ കുറേ റോസൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണോന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്യാം കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന്. പിന്നെ ഇത് നേരത്തെ കാണിച്ചിട്ടുള്ള റെഡ് ബട്ടൺ റോസാണ്. പിന്നൊരു കാര്യം പറയാനുള്ളത്, നമുക്കിനി ഇന്നും നാളെയൊന്നും കൊറിയറില്ല. തിങ്കളാഴ്ച മുതലായിരിക്കും വീണ്ടും കൊറിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മളെ കോമ്പോസൊക്കെ അയച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇനിയും മിച്ചമുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ റെഡ് മിനിയേച്ചർ ടൈപ്പാണ്. അടിപൊളി വെറൈറ്റിയാണ്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആണ് കൂടുതലും കിട്ടാറുള്ളത്. ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. അടിപൊളിയായിട്ടുള്ള ഫ്ലവറിങ് ആണ് വരുന്നത്. നമ്മൾ ഹാരമൊക്കെ കെട്ടാനായിട്ട് യൂസ് ചെയ്യുന്നൊരു ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത്. ഹാരം ഒക്കെ വെക്കാനായിട്ടുള്ളൊരു ടൈപ്പാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു ബട്ടൺ ടൈപ്പാണ്, ഒരു മിനിയേച്ചർ ടൈപ്പാണ്. ഒത്തിരി വലിയ പൂക്കളും അല്ല, തീരെ ചെറിയ പൂക്കളും അല്ല. അങ്ങനെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. പിന്നെ ഇത് മറ്റൊരു ടൈപ്പ് റെഡ് മിനിയേച്ചറാണ്. ഇത് വന്നിട്ട് പൂക്കളും ഇലകളും തണ്ടും ഒക്കെ വന്നിട്ട് ഒരു റെഡ് ഷെയ്ഡിലുള്ളൊരു റോസാണ്. ഇതിൻ്റെ കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് നാടൻ ബഡ്ഡിംഗ് തൈകളാണ്. പക്ഷേ ഇപ്പം നമ്മുടെ കയ്യിൽ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് നമുക്കുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലാണ്. ഞാൻ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബഡ്ഡിങ്ങിൻ്റെ തൈകളാണ് കേട്ടോ. പിന്നെ ഇത് ഈ ഒരു ടൈപ്പ് റോസാണ്. ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇത് കണ്ടതെല്ലാം 3-4 പൂക്കളായിട്ടായിരിക്കും ഇതുണ്ടാകുന്നത്. ബഞ്ചായിട്ട് തന്നെ പൂക്കുന്നതാണ്. പൂക്കൾക്കും ഒരു പ്രത്യേക ഷേപ്പില്ലാത്ത ഫ്ലവർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഷേപ്പ്ലെസ് ഒക്കെ ആയിട്ടാണ് ഇത് ഫ്ലവറിങ് ആയിരിക്കുന്നത്. കാണാനായിട്ട് ഭംഗിയാണ്. റെഡ് ഫ്ലവറാണ്, ഡാർക്കായിട്ടുള്ളൊരു റെഡാണ്. നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ ഫ്ലവറിങ് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഫ്ലവർ എന്ന് പറയുന്നത്. പക്ഷേ ഓരോ പൂവിനും ഓരോ ഷേപ്പാണ്. ഷേപ്പ് ഇല്ലയെന്ന് തന്നെ പറയാം. നമ്മുടെ ഇപ്പോൾ ഫ്ലോറിബെൻഡ റിച്ച് റെഡൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പൂക്കളും ഒരുപോലെ ആയിരിക്കും അല്ലേ. പക്ഷെ ഇത് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ആയിരിക്കും ഫ്ലവറിങ് വരുന്നത്. അങ്ങോട്ട് ഇങ്ങോട്ടെന്നുള്ള അതിൻ്റെ ആ ഒരു പെറ്റലിന് പോലും നമ്മുടെ കറക്റ്റ് ഷേപ്പില്ല. ചെറിയൊരു കീറലും തുന്നലും ഒക്കെ ആയിട്ടാണ്. പക്ഷെ അതെന്താണെന്ന് പറയേണ്ടത്, പക്ഷെ അത്രയും അടിപൊളിയാണ്, കാണാനായിട്ട് ഭംഗിയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാലും ഒരു പ്രത്യേക ഭംഗിയാണ് ആ ഒരു ഫ്ലവർ കാണാനായിട്ട്. അടിപൊളി തന്നെയാണ്. നല്ലൊരു റോസ് വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കളക്ഷൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ. ഇതിൻ്റെ നെയിമൊക്കെ അറിയാമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. ഇത് റെഡ് ബട്ടർഫ്ലൈ റോസാണ്. റോസാ മൊയ്സി എന്നും പറയുന്നുണ്ട്. അതൊരു സെമി ക്രീപ്പർ ടൈപ്പാണ്. നമുക്ക് തീരെ അങ്ങനെ ഒരു ഹെൽപ്പില്ലാതെ ഇതിന് പടരാൻ പറ്റില്ല എന്നല്ല. നമ്മളൊരു സ്റ്റെമ്മൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു കട്ടിയുള്ള കമ്പുകളാണ്. അതങ്ങനെ തന്നെ സ്റ്റെമ്മായിട്ട് തന്നെ നിന്നോളും. നല്ല പൂക്കളും തരുന്നൊരു വെറൈറ്റിയാണ്. ബഞ്ചായിട്ടായിരിക്കും പൂക്കുന്നത്. ഇഷ്ടംപോലെ ഫ്ലവറിങ് ഉണ്ട്. അതിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ ഒരു യെല്ലോ ഷെയ്ഡും അതിൻ്റെ ചുറ്റിനൊരു വൈറ്റും പിന്നെ റെഡും ആണ് കാണുന്നത്. ഒരു അടിപൊളി വെറൈറ്റിയാണ്. പിന്നെ ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഫ്ലോറിബെൻഡ റിച്ച് റെഡാണ്. ഇഷ്ടംപോലെ ഇങ്ങനെ ബഞ്ചായിട്ട് പോകും. നിങ്ങളിപ്പോൾ കാണുന്നത് ഓരോന്നും ഓരോ പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്ലവറിങ് ആണ്
എത്രമാത്രം പൂക്കളാണ് നിങ്ങൾ ഈ ഒരു പ്ലാന്റിൽ കാണുന്നതെന്ന് മനസ്സിലായോ? അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്ലവറിങ് വരുന്നത് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വരുന്നത് താജ്മഹൽ റോസാണ്. നമ്മുടെ കട്ട് ഫ്ലവർ ആയിട്ടൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യും. നമ്മൾ ഇമ്പോർട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നൊരു പ്ലാന്റാണ്. ഇത് വിരിഞ്ഞ് വരും മുമ്പേ കട്ട് ഫ്ലവറിനും പിന്നെ നമ്മുടെ ബൊക്കെയും കല്യാണത്തിനൊക്കെ അലങ്കരിക്കാനായിട്ട് യൂസ് ചെയ്യുന്നില്ലേ, കല്യാണ കാറിലൊക്കെ അലങ്കരിക്കാനായിട്ട് റോസൊക്കെ വെച്ചേക്കില്ല, ആ ഒരു ടൈപ്പ് റോസാണ് കട്ട് ഫ്ലവർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഡേസി റോസ് എന്നൊക്കെ, ഡേസി വൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന, ഡേസി റെഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു റോസാണ്. അടിപൊളി റോസാണ് കേട്ടോ. ഇത് ഫ്ലവറിങ് ആയി വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇതിൻ്റെ പഴക്കം ചെന്ന മൂടുകളായിരിക്കും നമുക്ക് കൂടുതലായിട്ടും സെയിലിന് വരാറുള്ളത്. എന്ന് വിചാരിച്ചാൽ ആരും പരാതിപ്പെടേണ്ട, അങ്ങനെയുള്ള സ്റ്റെമ്മിൽ നിന്നും നിറയെ പൂക്കളും മൊട്ടുകളും ഒക്കെ വരുന്നുണ്ട്. അത്രയ്ക്ക് അടിപൊളി ഒരു റോസാണ് കേട്ടോ ഇതിൻ്റെ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഡാർക്കായിട്ടുള്ളൊരു റെഡാണ്, ഡീപ്പായിട്ടുള്ള റെഡാണ്, ബ്ലാക്കിഷ് റെഡാണ്. ഇത് കഴിഞ്ഞ വട്ടം സെയിലിനിട്ട്, അപ്പോൾ അന്നേരം തന്നെ സെയിലായിപ്പോയി. നമുക്ക് ഒരുപാടൊന്നും സെയിലിന് വരാത്തൊരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ റെഡ് റോസിൻ്റെ കളക്ഷൻസാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത്. ഒത്തിരി റോസസ് റെഡിൽ തന്നെ വരുന്നുണ്ട്. അതിൽ കുറച്ച് ചുരുക്കം റോസസ് മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. ഏകദേശം ഒത്തിരി റോസ് വെറൈറ്റീസ് ഉണ്ട്. അതിൽ നമ്മുടെ കയ്യിലുള്ളതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.